അനുമതിയില്ലാതെ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. സന്നിധാനത്തെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും പിടിച്ചെടുത്ത് ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, പറയൂ. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചപ്പോൾ അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡിന് കേൾക്കേണ്ടി വന്നിരുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് തന്നെ അനുമതിയില്ലാതെ ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഖേദം കൊണ്ട് ഈ വിഷയം വിട്ടുകളയാൻ അങ്ങനെ ഹൈക്കോടതി തയ്യാറാകുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് ശബരിമല സന്നിധാനത്ത് ഇതുവരെ നടന്നിട്ടുള്ള സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും പിടിച്ചെടുത്ത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ആ രേഖകൾ കോടതിക്ക് മുമ്പാകെ വരും. ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചെന്നൈയിൽ ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഹൈക്കോടതി തീരുമാനം എന്താണെന്ന് അറിഞ്ഞ ശേഷമായിരിക്കും ചെന്നൈയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ഹൈക്കോടതി ആ അടിയന്തരമായി സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ അത് ദേവസ്വം ബോർഡിന് കനത്ത തിരിച്ചടിയാവും. പക്ഷേ സർക്കാർ നിലപാട്, അത് ദേവസ്വം നിലപാട് കോടതിയെ കൃത്യമായി ധരിപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ് നിലവിലുള്ളത്. ഏകദേശം 11 മണിയോടുകൂടി ഈ ഹർജി ദേവസ്വം ബെഞ്ച് പരിഗണിക്കും. SK. താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.